അങ്ങനെ നല്ലത് സ്വാലിഹീങ്ങളുടെ വസ്ത്രമൊക്കെ മയ്യത്ത് കഫൻ ചെയ്യേണ്ട ആവശ്യത്തിനു വേണ്ടി നാം വാങ്ങി സൂക്ഷിച്ച് വെക്കുന്നതിന് ഇതുപോലെയുള്ള വേറെയും ഒരുപാട് തെളിവുകൾ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ന്യായീകരിക്കാവുന്നതാണ്. ഇപ്പൊ എന്തായി, കഫൻ പുടവ റെഡി അല്ലേ? പുരുഷന്മാർക്ക് വേണ്ടതാ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് വേണ്ടത് സ്ത്രീകൾക്കൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ പറയാം, അവിടെ ആ കുളിപ്പിക്കൽ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ ഈ കഫന്റെ കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് എടുത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമുക്ക് വേഗം കൊണ്ടുപോകാലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, പുരുഷന്മാർക്ക് 3 എണ്ണം, സ്ത്രീകൾക്ക് 5 എണ്ണം വേണ്ടതുപോലെയൊക്കെ റെഡിയാക്കി നമ്മളൊരു പാ വിരിച്ച് ആ പായയിൽ ആ പുടവ വേണ്ടതുപോലെ വിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നോയിക്കോളൂ, ഓരോ തുണിക്കും സുഗന്ധം ഊതുപോലെയുള്ളത് കൊണ്ട് സുഗന്ധം പിടിപ്പിക്കുക, പുക കൊള്ളിപ്പിക്കുക, സുഗന്ധം തേക്കുക. ഹനൂത്ത് എന്ന് പറയുന്ന മൃതശരീരത്തിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക സുഗന്ധമൊക്കെയുണ്ട്. അതൊക്കെ പിന്നെ ഒന്നായിട്ടൊരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് പേടിക്കാനില്ല. അത് ഈ പുടവയിൽ ഓരോന്നിലും വേറെ വേറെ 3 പ്രാവശ്യം ഉപയോഗിക്കുക. ചുരുക്കത്തിൽ ഈ പുടവകളിൽ സുഗന്ധം തേക്കലും അതുപോലെ ഊതുപോലെ ഉള്ളതുകൊണ്ട് സുഗന്ധം പിടിപ്പിക്കലും എല്ലാം സുന്നത്താണ്. പിന്നെ ഇനി അത് വിരിക്കുക. പിന്നെ വിരിക്കുമ്പോ കിതാബിലൊക്കെ കാണുന്നുണ്ട് ഏറ്റവും വിശാലമായതും പിന്നെ നല്ലതും ആദ്യം വിരിക്കുക എന്നൊക്കെ. നമ്മളിവിടെ സാധാരണഗതിയിൽ പിന്നെ എല്ലാം ഒരു ഗ്രേഡിലുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല. 3 എണ്ണം പുരുഷന്റെ മയ്യത്താന്ന് വിചാരിക്കുക, ആ 3 പുടവയും വിരിക്കുക. എല്ലാം ഒരളവിലും ഒരു വലുപ്പത്തിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ വിരിക്കുക. ഇനി അടുത്ത എന്താണ്, മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഈ വിരിച്ചിട്ട പുടവയിൽ കൊണ്ടുവന്ന് കിടത്തുക. ഇനി അടുത്ത പരിപാടി നന്നായി ശ്രദ്ധിച്ചു വെച്ചോ. ഈ മയ്യത്ത് കുളിപ്പുരയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് വിരിച്ചു വെച്ച ഈ പുടവയിൽ ഇപ്പോൾ കിടത്തിയിരിക്കുകയാണ്. ഇനി അത് കഫൻ ചെയ്യാൻ പോവുകയാണ്. പുരുഷന്റെ മയ്യത്ത് പുരുഷൻ കഫൻ ചെയ്യണം, സ്ത്രീകളുടെ മയ്യത്ത് സ്ത്രീകൾ കഫൻ ചെയ്യണം. അതൊന്നും ഒരു പുരുഷനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ സഹോദരിമാരേ. എന്ത് നിങ്ങളതിന് പോകണം? നിങ്ങൾക്ക് ചെയ്തുകൂടെ? കേട്ടോ ചെയ്യേണ്ട കാര്യങ്ങള്. ഈ മയ്യത്തിനെ കൊണ്ടുവന്ന് കിടത്തിയാൽ കഫൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലും പരുത്തി വെക്കുക, എന്നിട്ടത് ഭദ്രമായി കെട്ടുക. അത്രമാത്രം ഞാൻ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായിപ്പോയി എങ്ങനെയാണ് കെട്ടേണ്ടത്. ആ രീതിയൊന്നും ഞാൻ പ്രത്യേകം പറയണ്ട. നിങ്ങൾക്കിപ്പം മനസ്സിൽ തോന്നുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി തന്നെ അങ്ങനെയാണ് കെട്ടുക. പരുത്തി വെക്കുക, ഭദ്രമായിട്ട് കെട്ടുക. 1 ശ്രദ്ധിച്ചു വെച്ചോ. ഇനി 2, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങളിപ്പോ ഈ പരുത്തി വെക്കണമെന്നില്ല, ആ പരുത്തിയിലും ഈ കർപ്പൂരം പോലെയുള്ള സുഗന്ധങ്ങളും മറ്റുമൊക്കെ ഉപയോഗിക്കണം. അതൊക്കെ ചേർത്തിട്ടാണ് പരുത്തി വെക്കേണ്ടത്. എന്ന് നോക്കോ, സുമ്മ യുജഅലുൽ ഖുത്നു മഅൽ ഹനൂത്തി വൽ കാഫൂരി അലാ മനാഫിദിഹി വ മവാളിഇ സുജൂദിഹി. ഇനി ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കർപ്പൂരവും അതുപോലെ ഹനൂത്ത് എന്ന് പറയുന്ന സുഗന്ധവും എല്ലാം ഉപയോഗിച്ച പരുത്തിയെടുത്തിട്ട് മയ്യത്തിന്റെ ശരീരത്തിലെ മറ്റുള്ള ദ്വാരങ്ങളിലും സുജൂദിന്റെ സ്ഥാനങ്ങളിലും വെക്കുക. പരുത്തി വെക്കുക, പഞ്ഞു വെക്കുക. സുബ്ഹാനല്ലാഹ്, വായിൽ പഞ്ഞു വെച്ചുപോയി, മൂക്കിൽ പഞ്ഞു വെച്ചുപോയി, കാതിൽ പഞ്ഞു വെച്ചുപോയി. ഒരു ദിക്റ് ചൊല്ലാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത വായു ഉണ്ടല്ലോ, 100 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞു നോക്കിയിട്ടില്ലാത്ത സഹോദരിമാരുണ്ട്. അതേ സമയത്ത് 100 കണക്കിന് സീരിയലുകൾ കണ്ട കണ്ണുകളുണ്ടല്ലോ. അശ്ലീല ഗാനങ്ങൾ കേൾക്കാൻ ഉപയോഗിച്ച ശ്രവണപുടങ്ങളുണ്ടല്ലോ. അതിലെല്ലാത്തിലും പഞ്ഞിവച്ചുപോയി സഹോദരിമാരെ, സുഹൃത്തുക്കളെ. ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ വേറെ ഒരുത്തരന്റെ മൂക്കിലും കണ്ണിലും കാതിലുമൊക്കെ പഞ്ഞുവെക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണാനില്ല, ഞാൻ ഈ നാവ് കൊണ്ട് ഹറാമ് പാടാനില്ല, ഞാൻ 4 ദിക്റ് ചൊല്ലട്ടെ, ഞാൻ മറ്റൊരുത്തന്റെ ഗീബത്തും നമീമത്തും പറയാനില്ല എന്നൊക്കെ സുഹൃത്തുക്കളെ, ഈ നിയമങ്ങൾ പഠിക്കുന്നതോട് കൂടി നിങ്ങളങ്ങ് പഠിച്ചിരിക്കണം. ഞാനും ജീവിതത്തിൽ ആ നിലക്ക് ഉൾക്കൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നാം നേരത്തെ പറഞ്ഞ ക്രമത്തിൽ വസ്ത്രമൊക്കെ വിരിച്ചു വെച്ചു. മയ്യത്ത് കുളിപ്പിച്ചേടത്ത് നിന്ന് നന്നായി തോർത്തണമെന്ന് പറഞ്ഞല്ലോ. തോർത്തിക്കൊടുത്ത മയ്യത്തിനെ കൊണ്ടുവന്നിങ്ങ് വെച്ചാൽ മുന്നിലും പിന്നിലും പഞ്ഞ് നന്നായി വെച്ചുകൊണ്ട് ഭദ്രമായി കെട്ടി അതാ പിന്നെ ചെയ്യുന്നത് ഇതേപോലെ ആ മയ്യത്തിന്റെ കണ്ണിലും കാതിലും മൂക്കിലും ശരീരത്തിൽ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ ആ ദ്വാരങ്ങളിലും പിന്നെ എവിടെയാണ് വഞ്ഞു വെക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനങ്ങളിലും പഞ്ഞി വെക്കുക, പരുത്തി വെക്കുക. ആർക്കാ ചെയ്തുകൂടാത്തത്? നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആൾക്കൊന്ന് ചെയ്യിപ്പിക്കരുത്. സ്ത്രീകൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എന്താ ചെയ്താല് ദിവസം പഞ്ഞിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കണ്ണിലും മൂക്കിലും വായിലൊക്കെ വെക്കാൻ വേറെ ആണുങ്ങൾ ഏൽപ്പിക്കണേ? ഒരു വലിയ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ് കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ. പഞ്ഞി വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? പിന്നെ മവാലു സുജൂദ്, സുജൂദിന്റെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യണം. എന്നെങ്കിലേ സുജൂദ് സഹീഹാവുള്ളൂ. നെറ്റി, മോനെ 1 എന്ന് പറയണം. നെറ്റി 1. പിന്നെ 2 മുൻകൈയിന്റെ പള്ള എത്രേ? അല്ല 3. 1, 2, 3 അല്ലേ? അല്ലെങ്കിൽ പിന്നെ മറ്റേയാൾ പറഞ്ഞാൽ വലിയ ഒന്നായി പോകും. അപ്പോ നെറ്റി, 2 മുൻകൈയിന്റെ പള്ള, 2 കാലിന്റെ മുട്ട്, അപ്പൊ എത്രേ? 5. 2 കാലിന്റെ വിരലുകളുടെ പള്ള, അപ്പൊ എത്രേ? 7. അപ്പൊ തന്നെ ഒരു കാര്യവും കൂടി ഇവിടെ നിന്ന് പിടിച്ചു വെക്കണം, നല്ലതാണ്. നമ്മുടെ സുജൂദ് സഹീഹാകണമെങ്കിൽ ആ കാലിന്റെ വിരലിന്റെ പള്ളത ഇങ്ങനെ നിലത്ത് കുത്തണം. അത് ചിലർ ചെയ്യില്ല, ഇങ്ങനെ ഇട്ടേക്കും, ഇങ്ങനെ വെക്കും ചില ആളുകൾ. സുജൂദ് സഹീഹാവൂല. സഹീഹ ഹദീസിലാണ് 7 അവയവത്തിന് മുകളിൽ സുജൂദ് ചെയ്യണമെന്നാണ്. അപ്പോ ഈ പഞ്ഞി വെക്കുമ്പോ കയ്യിന്റെ വിരലിന്റെ ഇടക്ക് വെക്കണം, കാലിന്റെ മുട്ടുമല് വെക്കണം, നെറ്റിമല് വെക്കണം, കാലിന്റെ വിരലിന്റെ പള്ള അവിടൊക്കെ ആ വിരലുകൾക്കിടയിലൊക്കെ പഞ്ഞി വെക്കുക. മയ്യത്ത് കഫൻ ചെയ്യുന്നിടത്തെ കണ്ടെത്തുമ്പോ പ്രശ്നം ഉസ്താദ് ആ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ എങ്ങനെയായിരുന്നു ആ കേസറ്റ് കേട്ടത്, എങ്ങനെയായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോഴേക്കും തുണി ഉടുക്കുക എങ്ങനെയാന്ന് നോക്കിയാൽ മതി. തുണി ആദ്യം ഉടുക്കണ്ടേ? അത് വലിയൊരു വിഷയമാണ്. ചില ആൾക്കാർക്ക് തുണി കൊടുത്ത് ശീലം ഉണ്ടാവില്ല. ഞാൻ ഈ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകണവരും ചിലപ്പോഴൊക്കെ അടങ്ങറാകലുണ്ട്. അവിടെ എത്തുമ്പോ തുണി ഉടുക്കാൻ നിർത്തിയില്ലല്ലോ, പാൻസ് ധരിച്ചാൽ ഇഹ്റാം കിട്ടിയാൽ അതനുസരിക്കാൻ പറ്റൂല, ഈ തുണി ഉടുക്കാൻ കഴിയില്ല, ഉടുത്താൽ ഉറക്കൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ മയ്യത്തിനെ എങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഇപ്പൊ 2 സൈഡിൽ നിന്നും മടക്കാം, എന്നാൽ ആദ്യം നമ്മൾ മടക്കേണ്ടത് ഇടത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ഇടത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തു, പിന്നെ വലത്തുനിന്ന് വെച്ചു. അപ്പൊ ഏറ്റവും മേലെ വലതു ഭാഗത്തുനിന്ന് മടക്കുന്ന ഇതേതുപോലെ തന്നെ ഈ തുണി ഉടുക്കുന്നത് പോലെ തന്നെ മടക്കലും കഴിഞ്ഞു. ഒരു ടെൻഷനോ ബേജാറോ ഉള്ള യാതൊരു സംഭവവും അതിലില്ല. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നതാണ്. നോക്കോളൂ, ഇതിപ്പോ പിന്നെ എന്താ ചിലരൊക്കെ പറയണ്ട എന്തെങ്കിലും ഒന്ന് വെച്ച് കാണിക്കണം എന്നൊക്കെ. അങ്ങനെ വെച്ച് കാണിക്കാനൊന്നും ഇല്ല. പതി നമ്മളിങ്ങനെ 3 വസ്ത്രം ഇങ്ങനെ ഇവിടെ വിരിച്ചിരിക്കുന്നു. 3 വസ്ത്രം വിരിച്ചു, മയ്യത്ത് അതിനകത്ത് ഇങ്ങനെ വെച്ചു. ഇനി എങ്ങനെ ചെയ്യണ്ടേ? ഈ ഇടത്തുനിന്ന് വലത്തോട്ടായിരിക്കണം. അപ്പോ ഇങ്ങനെയല്ലേ വരിക? ഇവിടുന്ന് ആദ്യം ഇങ്ങനെ അങ്ങോട്ട് മടക്കുക, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മടക്കുക, പിന്നെ അടുത്തോ എടുക്കുക, പിന്നെ അടുത്തോ എടുക്കുക, പിന്നെ അടുത്തോ എടുക്കുക, പിന്നെ അടുത്തോ എടുക്കുക. പണി കഴിഞ്ഞു. ചുരുക്കത്തിൽ ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ട്, പിന്നെ വലത്തുനിന്ന് പണി കഴിഞ്ഞു. അങ്ങനെ മടക്കുക. അങ്ങനെ ഈ മനുഷ്യനെ നാം എന്നേക്കുമായി
യാത്രയാക്കുകയാണ്. അതേ സഹോദരന്മാരെ, ഒരു ഭാഗത്തൊരാൾ മരിച്ചിരിക്കുന്നു, അയാൾക്ക് ആളുകൾ വസ്ത്രം റെഡിയാക്കുന്നുണ്ട്. വേറെ ഒരു ഭാഗത്തൊരു പയ്യൻ അതേ പുതിയാപ്പളയായി ഇറങ്ങാനൊരുങ്ങുന്നുണ്ട്. ഇവിടെ പാട്ടും കളിയുമാണ്, അപ്പുറത്ത് കണ്ണീരും ഖദനവുമാണ്. ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മൾ ഇദ്ദേഹത്തിന് തുണിയും വസ്ത്രവുമൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് കുളിച്ചതുപോലെ നല്ല വസ്ത്രം ആ മനുഷ്യൻ നമ്മൾ നല്ല നിലക്ക് കുളിപ്പിച്ചിരിക്കുന്നു, നല്ല വൃത്തിയുള്ള വസ്ത്രം കൊടുക്കുന്നു. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തി വമാ മറു മൻസിലിൻ വല്ല ഖാലിയാ. നമ്മൾ ഈ പരുത്തി വെച്ച് 3 കഷ്ണം തുണിയിൽ പൊഴിഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അയാൾ എത്ര വലിയ പ്രതാപമുള്ളവനായാലും, എത്ര വലിയ രാജാവായാലും, എത്ര വലിയ പണക്കാരനായാലും, കോടീശ്വരനായാലും, വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തി, ഒരൽപ്പം പരുത്തിയും ഒരു 2-3 കഷ്ണം തുണിക്കഷണങ്ങളുമല്ലാതെ അവനൊന്നും കൊണ്ടുപോകുന്നില്ല. വമാ മറൂ മൻസിലിൻ വല്ല ഖാലിയാ. ആ മനുഷ്യൻ പടുത്തുയർത്തിയ സുന്ദരമായ ഭവനമതാ ഖാലിയായി കിടക്കുന്നു, ശൂന്യമായി കിടക്കുന്നു. ഒരു മയ്യത്തിങ്ങനെ പൊതിയുന്ന സമയത്തും അത് പൊതിഞ്ഞു വെച്ചത് കാണുമ്പോഴും ഒക്കെ നിങ്ങൾ ചിന്തിക്കണം, വാൻചാവദൻ ഔ ബഅദഹു ഫീ ജിബാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബീർ സാദിയാ. വാൻചാവദൻ ഔ ബഅദഹു, നീ നാളെ ഔ ബഅദഹു, അല്ലെങ്കിൽ മറ്റന്നാള് ഇതുപോലെ പൊതിയപ്പെടാനുള്ളവനാണ്, അവനെ പോലെ കബറിൽ പോയി കിടക്കാനുള്ളവളാണ്. ഈ ബോധം, ഈ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴും അവിടെയും പോരും പകയും നുണ പറയലും രാഷ്ട്രീയം പറയലും പിണങ്ങിപ്പോക്കും ഒരു മരിച്ച വീടാണെന്ന ബോധം പോലും പലർക്കുമില്ലാതെയാണ് പലരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാ പറയുന്നത്, മയ്യത്തിന്റെ ശരീരത്തിൽ പഞ്ഞി വെക്കുമ്പോഴും തുണി കൊണ്ട് മടക്കുമ്പോഴും മടക്കി കഴിഞ്ഞിട്ട് നീ കെട്ടണം. നിങ്ങളൊരു 3 കെട്ടെങ്കിലും ചുരുങ്ങിയത് കെട്ടണമല്ലോ. ഞാൻ പറയുന്നു, സ്ത്രീകളുടെ മാറ് ഉലയാതിരിക്കാൻ അവിടെ ഒരു കെട്ട് നല്ലതാണ്. അതുപോലെയുള്ള ആവശ്യത്തിലുള്ള കെട്ടുകളെല്ലാം കെട്ടുകയും ബാക്കി വരുന്ന ഭാഗം തലയുടെയും കാലിന്റെയും ഭാഗത്ത് ചുരുട്ടിക്കെട്ടുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂടുതലും വേണ്ടത് തലയുടെ ഭാഗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും തെറ്റുകൂടാതെ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് തൽക്കാലം ഈ പ്രസംഗം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന വേറെ ഒരു സംഭവം ഉണ്ട്. അത് ഞാനിപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അതായത്, ചില സ്ഥലത്ത് ഈ മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, മുഖം മാത്രം ഒന്ന് തുറന്നു നോക്കും. എന്നിട്ട് കണ്ടോളി കണ്ടോളി കണ്ടോളി, മനസ്സിലാകണില്ല. അവിടെ വന്ന ആളുകളൊക്കെ മയ്യത്ത് അത്യാവശ്യം കാണേണ്ട കുടുംബക്കാരുണ്ട്, കണ്ടിട്ടുണ്ടാവില്ലേ? ഇനി രണ്ടാമത് കാണിക്കാം. അല്ല, പിന്നെ ഞങ്ങളൊക്കെ മരിച്ചോടുത്തത് എന്തിനാ? ഞാനിത് പ്രസംഗം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചോടുത്ത് കൊണ്ടത് മയ്യത്ത് കാണാനല്ല, മയ്യത്ത് കാണുന്നത് കൊണ്ട് പല തകരാറും ഉണ്ടാവുന്ന. ഏത് കാണാൻ നടക്കണമെന്തിനാ? അതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ ആ അന്ത്യദർശനം പലപ്പോഴും, ഞാൻ പറയാം, അതിപ്പോ ഹറാമാന്നൊന്നുമല്ല ഞാൻ പറയണത്, മയ്യത്ത് കാണാൻ പറ്റുന്ന വളരെ അടുത്ത ബന്ധുക്കള് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ന് പല സ്ഥലത്തും ഒരു ആഭാസമായി വളരെ ആക്ഷേപകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്ത് ഈ മയ്യത്ത് പൊതുദർശനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കും. എല്ലാ ജാതിക്കാരും ആണും പെണ്ണും ഇടകലർന്നിട്ട് ക്യൂ നിൽക്കുകയാണ്, ബഹളമാണ്. ആ സമയത്ത് ഒരു യാസീൻ ഓതുന്നുണ്ടാകും,
നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ. ഒരു യാസീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലത്. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ, പുന്നാര നബി പറഞ്ഞില്ലേ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഒരാൾ ഓതിയത് ശരിയാണെങ്കിൽ അവനൊരു കൂലിയുണ്ട്. ഒന്നിന് അല്ലാഹു 10 വെച്ചാ കൊടുക്കുന്നത്. അപ്പോൾ അലിഫ് ലാം മീം എന്നോ യാസീൻ എന്നോ ഒരാൾ ഓതിയാൽ ഒരു ഹർഫല്ല അവൻ ഓതുന്നത്. അലിഫുൽ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്, ലാമ് വേറെ ഒന്നാണ്, മീം മറ്റൊന്നാണ്. അവന് 30 കൂലി കിട്ടിയിരിക്കുന്നുവെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഈ നിലക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന യാസീൻ ഓതി കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ ഖുർആൻ ഓതിയതിന് വലിയ കൂലിയുണ്ടല്ലോ. ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അദീം. ഞങ്ങൾ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് മരിച്ചത്, ഞങ്ങൾ ഈ ഓതിയതിന് നീ ഞങ്ങൾക്ക് തരുന്നത് പോലത്തെ ഒരു കൂലി, ഒരു പ്രതിഫലം ഈ മനുഷ്യന് കൊടുക്കണേ റബ്ബേ. എത്ര അർത്ഥഗർഭമായ, എത്ര ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ആ യാസീനോത്ത് പോലും തെറ്റിച്ച് കളയുന്ന വിധത്തിൽ ഇന്ന് പല സ്ഥലത്തും മയ്യത്ത് പൊതുദർശനത്തിൽ വെച്ച് കാണുന്നു. അതൊരു വിവരമില്ലാത്ത പരിപാടിയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെന്താ വേണ്ടത് സാറേ? വേണ്ടത് മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം എടുക്കുക, കൊണ്ടുപോവാ, നിസ്കരിക്കുക, മറവുക. ഇനി ഒന്നുകൂടി കാണണോ? ഒരു മകനാ മരിച്ചത്, ഉമ്മാക്കൊന്ന് കാണണം എന്ന് പറയും, അല്ലെ ഉമ്മയാണ് മരിച്ചത്, മകനൊന്ന് കാണണം എന്ന് പറയും, അല്ലെ മകൾക്കൊന്ന് കാണണം എന്ന് പറയും. മറ്റുള്ളവർ സൗകര്യം ചെയ്ത് കൊടുക്കുക, അവർ വേഗം കാണാൻ കൊണ്ടുപോവാ. ഇത് നമ്മളെല്ലാവരും കൂടി മരിച്ചെടുത്ത് പോയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോ ചിലപ്പോൾ വല്ല ചെറുപ്പക്കാരികളൊക്കെയാണ് മരിച്ചതെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ ആഘാതം താങ്ങാനാകാതെ ആ കുടുംബം കണ്ണീരിലാണ്. ആ ബന്ധപ്പെട്ടവർക്ക് പോലും ഈ മയ്യത്ത് മര്യാദയ്ക്കൊന്ന് കാണാൻ സമ്മതിക്കാതെ ഈ പോയ ആളുകൾ മുഴുവൻ ക്യൂ നിന്നിട്ട് എന്തിനവിടെ ബഹളം കൂട്ടണം? അപ്പൊ ഇതെവിടുന്ന് കടന്നു വന്ന നിറങ്ങള്? നമുക്ക് ഇസ്ലാമികമായിട്ട് ഏത് കാര്യങ്ങൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശം ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും മതത്തിന്റെ വക്താക്കളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണും, അതുപോലെയൊക്കെ നമ്മളും ചെയ്യാൻ നോക്കും. ഇതാണ് അപകടം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ അന്ത്യദർശനം പ്രത്യേകിച്ച് മയ്യത്ത് കഫൻ ചെയ്ത് കിടത്തി വെക്കുന്നത് കാണുമ്പോൾ എല്ലാ ക്ഷമയും സഹനവും പൊട്ടിത്തകർന്ന് മാറത്തടിച്ച് കരയാനും നിലവിളിക്കാനുമൊക്കെ ഇടയാകാറുണ്ട്. അതുകൊണ്ടത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി കൂടാതെ കഴിയുകയില്ലെങ്കിൽ വളരെ അത്യാവശ്യമായ ആരെങ്കിലും ബന്ധപ്പെട്ടവർ കാണേണ്ടതുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കാണുക, മയ്യത്ത് കൊണ്ടുപോവുക. ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എനിക്കറിയാം, ഞാൻ ഇതുവരെ പറഞ്ഞ പല സംഗതികളും ഒരു പക്ഷേ അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ എന്റെ ശ്രോതാക്കൾ ഏറ്റെടുക്കാനിടയുണ്ട്. ഇത് ഏറ്റെടുത്തോളണമെന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ബാധ്യത നിറവേറ്റാൻ ഞാൻ പറയാം. എന്താണ് ചെയ്താൽ? അപ്പൊ അതിന് ഒരു ഞാനിപ്പോ ഈ പ്രസംഗം കേട്ടു, വേറെ ചില ആളുകൾ അത് അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലോ? മയ്യത്ത് കാണൽ ഒരു പുണ്യകർമ്മമാണെന്ന് ഒരൊറ്റ കിതാബിലുമില്ല. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. പിന്നെ ബന്ധുക്കളാവുമ്പോ കാണലും ചുംബിക്കലും ഇല്ല സാലിഹ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ പ്രത്യേകതയുണ്ട്. അല്ലാതെ സാധാരണക്കാരായ എല്ലാവരും ഇങ്ങനെ. പക്ഷേ ഇതിൽ വേറെ ഒരു സംഭവമുണ്ട്. അതായത് അന്യപുരുഷന്റെ മയ്യത്ത് കാണാൻ അന്യ സ്ത്രീ ഓടി നടക്കുന്നു, അന്യ സ്ത്രീയുടെ മയ്യത്ത് കാണാൻ അന്യ പുരുഷനോടി നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതോ അതിപ്പറഞ്ഞതുപോലെ ഒന്നുമല്ല. ആദ്യം പറഞ്ഞൊക്കെ ഞാൻ ഒരു പടർന്ന് പിടിച്ച ഒരു അനാചാരത്തെ ഉച്ചാടനം ചെയ്യാൻ കുറച്ച് ഗൗരവത്തിലുണ്ട് പറഞ്ഞു എന്നുള്ളൂ എന്ന് വെക്കാം. ഇനിയിപ്പോ ആരെങ്കിലുമൊക്കെ കാണുകയാണെ കണ്ടോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഇത് തനിച്ച് ഹറാമല്ലേ? ഇത് വെച്ചു കൊടുക്കാവോ മയ്യത്ത്? ഇത് നല്ല ബോധമാണ്. സ്ത്രീകൾ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുത്തേക്ക് അന്യ പുരുഷന്മാർ കയറി വരുമ്പോ തടയാൻ ചങ്കൂറ്റുള്ള സ്ത്രീകൾ വേണം വീട്ടില്. ഓടാ, പുറത്തേക്ക് പോ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇവിടെ ഈ മയ്യത്ത് കാണാൻ വരിക? നീ വയ്ക്കണം. അതേപോലെ തന്നെ അന്യ സ്ത്രീകൾ അന്യപുരുഷന്റെ മയ്യത്ത് കാണാൻ വരുന്നിടത്ത് ഉത്തരവാദപ്പെട്ട പുരുഷന്മാർ മയ്യത്തിന്റെ രക്ഷാധികാരി തടയണം.
ആ തടയാൻ ഡ്യൂട്ടി ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഈ മയ്യത്തിന് മൂക്കിലും കണ്ണിലും ഒക്കെ പഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം മുഖം മാത്രം തുറന്നാളെ വെച്ചിട്ട് കണ്ടോളി 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇത് വിവരക്കേടാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം രംഗങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിട്ട് ഹറാമിയത്ത് നടത്തേണ്ട സമയമല്ല. ഉള്ളുരുകിയിട്ട് അന്ത്യയാത്ര പോകുന്ന, ഒരിക്കലും മടക്കമില്ലാത്ത യാത്രക്കൊരുങ്ങുന്ന ആ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് പറയട്ടെ. കഫൻ ചെയ്യലാണല്ലോ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനത്ത് ജന്നത്തുൽ ബഖീഉൽ ഗർഖദ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞ് നമ്മളങ്ങിറങ്ങിയാൽ നേരെ നോക്കുമ്പോൾ കാണുന്ന 10,000-ഓളം സഹാബിമാര് അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീഅ്, ആ ജന്നത്തുൽ ബഖീഅയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പ്രമുഖരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ആ മഹാനുഭാവൻ സഹാബിമാരെ കൂട്ടത്തിൽ വലിയ ധനാഢ്യനായിരുന്നു, വലിയ കോടികളുടെ അധിപതിയായിരുന്നു. ഹിജാസ് പ്രവിശ്യയിലൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന വലിയ ബിസിനസ് ശൃംഖലയുടെ അധിപനായിരുന്നു, വലിയ മഹാനാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പ് തുറക്കാറായപ്പോൾ ഉത്തിയ ബിതാം, അദ്ദേഹത്തിന്റെ മുമ്പിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ മഹാനവറുകളും മൗനിയാകുന്നു, തലതാഴ്ത്തിയിരിക്കുന്നു. പിന്നെ അബ്ദുറഹ്മാന്റെ കണ്ണുകൾ നനയുന്നു. ആളുകളും ജോലിക്കാരും വേലക്കാരുമൊക്കെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നു. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ഇബ്നു ഉമൈർ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഉഹുദിൽ നിന്ന് അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ട്. വഹുവ ഖൈറും മിന്നീ. ആ മുസ്അബ് എന്നേക്കാളൊക്കെ എത്രയോ നല്ലയാളായിരുന്നു. ഞാനും അദ്ദേഹത്തിന്റെ കൂടെയാ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ മുസ്അബ് അവിടെ കൊല ചെയ്യപ്പെട്ടു പോയി. ഫലം യൂജദു ലഹു മാ യുകഫനു ഫീഹി ഇല്ലാ ബുർദ. അങ്ങനെ ആ ഷഹീദിനെ ഒന്ന് കഫൻ ചെയ്യാൻ തുടങ്ങുമ്പോ അതിന് മതിയാകുന്ന വസ്ത്രമില്ലാതെ നിങ്ങൾ വിഷമിച്ചു. ആകെയുണ്ടായിരുന്ന ഒരു വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇൻ ഹുത്തിയ ബിഹാ റിജ്ലാഹു ബദാറസുഹു. കാല് മറയ്ക്കാൻ ശ്രമിക്കുമ്പോ തല പുറത്തായി പോകും. തല മറയ്ക്കാൻ ശ്രമിക്കുമ്പോ ആ ഷഹീദിന്റെ കാല് പുറത്തായി വരുന്നു. ഈ രീതിയിൽ മയ്യത്തൊന്ന് കഫൻ ചെയ്യാനുള്ള വസ്ത്രത്തിന് പോലും ഞങ്ങൾ വിഷമിച്ചുപോയി. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഉള്ള വസ്ത്രം കൊണ്ട് നിങ്ങൾ തലയുടെ ഭാഗം മറയ്ക്കുക, ബാക്കിയുള്ള സ്ഥലത്ത് ഇദ്ഹിറ് എന്ന് പറയുന്ന പുല്ല് പറിച്ചു വെച്ചിട്ട് നിങ്ങൾ കഫൻ ചെയ്ത് മയ്യത്ത് മറവ് ചെയ്യുവീ എന്ന അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് ആകെയുണ്ടായിരുന്ന വസ്ത്രത്തിൽ മുസ്അബിന്റെ തലഭാഗം ഉൾപ്പെടെ നിങ്ങൾ കഫൻ ചെയ്തു. പുറത്തു വന്ന കാല് മറയ്ക്കാൻ തുണിയില്ലാഞ്ഞിട്ട് പുല്ല് പറിച്ചു വെച്ചിട്ട് നിങ്ങൾ കഫൻ ചെയ്തു. അത്ര വലിയ കഷ്ടപ്പാടിന്റെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് ഞാനിതാ വലിയ പണക്കാരനാണ്. എന്റെ മുന്നിലിതാ ധാരാളം വിഭവങ്ങൾ നിരന്നു നിൽക്കുന്നു. എനിക്ക് പേടിയാകുന്നു. ഖദ് ഖശീനാ അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ. നമ്മുടെ സൽക്കർമ്മങ്ങളുടെ മുഴുവൻ പ്രതിഫലങ്ങൾ അല്ലാഹു ഈ ദുനിയാവിന് തന്നു തീർക്കുകയാണോ? എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കരയുന്നു. ആ ഭക്ഷണം തൽക്കാലം അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു.
സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിന്ന് വാരിക്കോരി അനുഗ്രഹങ്ങൾ തന്നിരിക്കുകയാണ്. ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ മറന്നു പോകാതെ അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ളവരായി ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അവന്റെ പൊരുത്തപ്പെട്ടവരിലേക്ക് ചേർത്ത് പെരുമാറാകട്ടെ. ഇവിടെ നിർത്താം. ഇനി നമുക്ക് നാളെ തുടങ്ങേണ്ടത് ഈ മയ്യത്തെടുത്ത് പോവുക. അപ്പൊ മയ്യത്ത് ചുമക്കുന്നതിനെ സംബന്ധിച്ച്, പിന്നെ നിസ്കാരത്തിലെ ദിക്റുകൾ, ഈ കബറടക്കുക. ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ സമയം നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും ഒക്കെ വായിച്ചു അതിന്റെ മറുപടികൾ പറയാം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ മിൻ അയ്യി ശൈഇൻ ഖലഖഹ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ ثم السبيل يسره ثم أماته فأقبره صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لواؤك ظل المرسلين فتحته لموسى وعيسى والخليل مقيل لرب الورى رسل على الناس قد علوا وأحمد يعلو فوقهم ويطول لبدر الدجى نور على الخلق آفل وليس لنور الهاشمي أفول يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ചവർ, മറ്റുള്ളവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു പോയിട്ടുള്ളവരോടൊക്കെ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. യാതൊരാമുഖവും കൂടാതെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ പ്രസംഗം തീരുമ്പോൾ മയ്യത്ത് കഫൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ജനാസയുമായി പള്ളിയിലേക്ക് നീങ്ങാം. മയ്യത്തിന്റെ തല മുന്നോട്ട് വരുന്ന വിധം കട്ടിൽ പിടിക്കലാണ് സുന്നത്ത്. കൂടെ പോകുന്നവർ മയ്യത്തിന്റെ മുന്നിലാണ് പോകേണ്ടത്. മസ്അലയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അതിൽ നിന്ന് പ്രബലമായതാണ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഏറ്റവും സ്വീകാര്യമായത് മാത്രമാണ് പറയുന്നത്. ആളുകൾ മുന്നിൽ നടക്കണം. വസ്സുന്നത്തു അൻ യംശിയ അമാമൽ ജനാസ, ജനാസയുടെ മുന്നിലാണ് ആളുകൾ നടക്കേണ്ടത്. ലിമാ റവ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി ബൈന യദൈഹാ, നബി തങ്ങൾ മുന്നിലായിരുന്നു നടന്നിരുന്നത്. വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവരൊക്കെ മുന്നിലായിരുന്നു നടന്നിരുന്നത്.
വേറെ ഒരു ന്യായം വലി അന്നഹു ഷഫീഉൽ മയ്യിത്തി, ഈ മയ്യത്തിന്റെ കൂടെ പോകുന്നവൻ മയ്യത്തിന് ശുപാർശ ചെയ്യാൻ പോവുകയാണല്ലോ. വശഫീഉ യതഖദ്ദമു അലൽ മശ്ഫൂഇ, അപ്പോൾ ഈ റെക്കമെൻഡ് പറയാൻ പോകുന്ന ആള് ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുവോ അവന്റെ മുന്നിൽ തന്നെയാണല്ലോ വേണ്ടത്. ഇതാണ് ന്യായം. അതായത് ഈ മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകള് ആ മയ്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് ശുപാർശ പറയാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശുപാർശക്കാര് മുന്നിലും കക്ഷി പിന്നിലും ആകല് തന്നെയാണല്ലോ ശരി. ഇതൊക്കെയും നമ്മുടെ മിക്ക ഫിഖ്ഹി ഗ്രന്ഥങ്ങളും വിവരിച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പൊ രണ്ടാമത്തെ മത നിയമമാണ് കൂടെ പോകുന്നവർ മുന്നിൽ നടക്കുക. നടക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറിയ ആളുകൾ ജനാസയെ അനുഗമിക്കാറുണ്ട്. അത് ഹറാമാണെന്നൊന്നും അല്ല പറയുന്നത്, ഉത്തമം നടക്കൽ തന്നെയാണ്. എന്നാ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമുക്ക് വാഹനത്തിൽ പോരാം, അതിന് തെളിവുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബിഅ ജനാസത ഇബ്നു ദഹ്ദാഹ്, ഇബ്നു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ നബി തങ്ങൾ അനുഗമിച്ചു മാഷിയൻ. അപ്പൊ നബി തങ്ങൾ നടക്കുകയായിരുന്നു. വറജഅ അലാ ഫർസ്, നബി തങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചത് കുതിരപ്പുറത്താണ്. അപ്പോ മയ്യത്തിന്റെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നടക്കുകയും മടങ്ങി വരുമ്പോൾ വാഹനത്തിൽ വരികയും ചെയ്യാം. നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാവുമ്പോ അങ്ങോട്ട് പോകുമ്പോ കയ്യിലില്ലേ പിന്നെ ഇങ്ങോട്ട് അതിലെങ്ങനെ വരാൻ, അത് ഡ്രൈവറോട് വണ്ടിയിട്ട് കൊണ്ടുവന്നോളം പറഞ്ഞാൽ മതി. നമ്മൾ മയ്യത്തിന് കൂടെ നടക്കുക, ഡ്രൈവർ വണ്ടിയിട്ട് വന്നോട്ടെ. കാരണം ഈ മയ്യത്തിന് കൂടെ നടക്കണതിനൊക്കെ വലിയ പുണ്യമുണ്ട്. വൽമശിയു അമാമഹാ ബിഖുർബിഹാ ബിഹൈസു ലവിൽതഫത റഅഹാ. ശ്രദ്ധിക്കണേ, ഈ മയ്യത്തിന്റെ കൂടെ നടക്കണതിന് വലിയ പുണ്യമുണ്ട്. ആ പുണ്യം നമുക്ക് കിട്ടാന് കൂടെ പോകുന്നവര് തിരിഞ്ഞു നോക്കിയാൽ മയ്യത്ത് ഇങ്ങനെ കാണണം. ആ ഒരു അകലം കീപ്പ് ചെയ്തുകൊണ്ട് നടക്കണം. നമ്മള് ഇവിടെ മയ്യത്തെടുത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചപ്പോഴേക്കന്നെ വിട്ട് പള്ളിയിലെങ്കിലും ഇങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ കൂടെ പോയ കൂലി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ കൂടെ പോകുന്ന കൂലി നമുക്ക് കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കുക, തിരിഞ്ഞു നോക്കിയാൽ മയ്യത്ത് കാണുന്ന രീതിയിൽ അനുഗമിക്കണം. ഇനി ഞാൻ ഇന്ന് വേറൊരു സംഭവം, നിസ്സഹായാവസ്ഥ നിങ്ങളോട് പറയാൻ. ഞാൻ ഇന്ന് നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിടും, കാരണം തീരൂല. അല്ലെങ്കിൽ ഇതിനൊക്കെ ഓരോരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞതുപോലെ പറയാൻ തുടങ്ങിയാൽ ഒരു കൊല്ലം മറ്റോ പറഞ്ഞാലൊന്നും തീരൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ട വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പോവാണ്. യംബഗി അല്ലാ യർകബ ഫീ ദഹാബിഹി മഅഹാ ഇല്ലാ ലിഉദ്രിൻ കമറളിൻ ഔ ദുഅഫ്. ഒരാൾക്ക് രോഗമാണ് അല്ലെങ്കിൽ അനാരോഗ്യമായ സ്ഥിതി വല്ലതുമുണ്ട്, അയാൾക്ക് വണ്ടി കയറി മയ്യത്തിന് കൂടെ പോകുന്നതിന് തടസ്സമൊന്നുമില്ല. അതിന് കർമ്മശാസ്ത്രം എതിരല്ല. രോഗിക്ക് മയ്യത്തിന്റെ കൂടെ പോകണം, അയാൾക്ക് കാറിൽ വരാം, വിരോധമൊന്നുമില്ല. അല്ലാത്ത നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? പരമാവധി നടക്കന് വേണം. നോക്കൂ നിങ്ങൾ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റആ നാസൻ റുക്ബാനൻ ഫി ജനാസ. ഒരു ജനാസന്റെ കൂടെ ആൾക്കാർ വാഹനത്തിൽ പോകുന്നത് നബി തങ്ങൾ കണ്ടു. ഫഖാൽ, ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അലാ തസ്തഹിയൂൻ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇന്ന മലായികത്തല്ലാഹി യംശൂന അലാ അഖ്ദാമിഹിം, മലക്കുകൾ നടക്കുന്നു. വഅൻതും അലാ ളുഹൂരി ദവാബ്, നിങ്ങൾ വാഹനപ്പുറത്തും കയറി യാത്ര ചെയ്യുകയാണോ? ഈ മയ്യത്തിന്റെ കൂടെ മലക്കുകൾ നടക്കുകയാണ്, നിങ്ങൾ വാഹനപ്പുറത്തിരിക്കുകയാണോ? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് മയ്യത്തിന്റെ കൂടെ പോകുന്നതിന്റെ ഒരു മര്യാദയാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കുക, വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണം. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ചില രാഷ്ട്രീയക്കാര് ഒരു സ്വഭാവം മാറ്റിമാക്കിയ വിലാപയാത്രകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല. അതൊന്നും നമ്മൾ അറിയാതെ വാരി പുണർന്ന് കുടുങ്ങുകയും ചെയ്യരുത്. എന്റെ എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മയ്യത്ത് വേഗം കൊണ്ടുപോകണമെന്നാണ്. നോക്കൂ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്രിഊ ബിൽ ജനാസ, ജനാസ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ.
ഫഇൻ തകു സാലിഹതൻ, ആ മയ്യിത്ത് കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ സാലിഹായ ഒരാളാണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, നിങ്ങൾ അദ്ദേഹത്തെ വേഗം കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നത് ഖൈറായ ഒരു സ്ഥിതിയിലേക്കാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ വേഗം കൊണ്ടുപോകണം. ഇനി നിങ്ങളുടെ ചുമലിലേക്കുന്ന മയ്യത്ത് ഒരു മോശപ്പെട്ടവനാണെങ്കിലോ നബി തങ്ങൾ പറയുന്നു ഫശറുൻ തലൗനഹു അൻ റിഖാബിക്കും, ആ നാശം നിങ്ങൾക്ക് വേഗം ചുമലിൽ നിന്ന് ഇറക്കി വെച്ചുകൂടെയോ? രണ്ടായാലും മയ്യത്ത് വേഗം കൊണ്ടുപോകണേ. ഖാല റസൂലുള്ളാഹി, നബി തങ്ങളെ ആ വർത്തമാനത്തിന്റെ ഒരു ശക്തി. നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് ഒരു കള്ളുടിയനാണ്, അല്ലെങ്കിൽ പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ ഭാര്യനെ തല്ലണവനാണ്, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സ്വഭാവമുള്ളയാളാണ്, മോശപ്പെട്ട സ്വഭാവത്തോടുകൂടി ജീവിച്ചയാളാണ്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇവനെ എന്തിനാ വേഗം കൊണ്ടുപോകേണ്ടത് നബിയെ? മറുപടി കാക്കും, ആ നാശം നിങ്ങൾക്ക് വേഗം നിങ്ങളെ ചുമലിൽ നിറക്കി വെച്ചൂടെ? വേഗം കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നമുക്കൊക്കെയും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കൂടി ഞാനത് സംബന്ധമായി നിങ്ങളെ കേൾപ്പിക്കുന്നു. عن أبي سعيد الخدري رضي الله عنه قال كان النبي صلى الله عليه وسلم يقول إذا وضعت الجنازة فاحتملها الرجال, മയ്യത്തെടുത്ത് മയ്യത്ത് കെട്ടിലിൽ വെച്ചു ജനങ്ങൾ അത് ചുമലിലേറ്റി അങ്ങ് നടക്കാൻ തുടങ്ങുമ്പോൾ ഫൈൻ കാനത്ത് സാലിഹത്തൻ ഖാലത്ത് ഖദ്ദിമൂനി, നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കും ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളൊന്ന് വേഗം കൊണ്ടുപോകൂ, എന്നെ നിങ്ങളൊന്ന് വേഗം കൊണ്ടുപോകൂ എന്ന് ഈ മയ്യത്ത് ആവശ്യപ്പെടുന്നു. വൈൻ കാനത്ത് ഗൈറ സാലിഹ, നല്ല മയ്യത്തല്ലെങ്കിലോ കാലത്ത് വിലപിക്കുകയാണ് ലി അഹ്ലിഹാ യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, നിങ്ങളെല്ലാവരും കൂടി എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ നിലക്ക് വിലപിക്കുമെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹി യസ്മഉ സൗതഹാ കുല്ല ശൈ, നബി തങ്ങൾ പറയാണ് യസ്മഉ സൗതഹാ കുല്ലു ശൈ, എല്ലാം ആ ശബ്ദം കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. വലൗ സമിഅൽ ഇൻസാനു ലസഇഖ, മനുഷ്യൻ ആ ശബ്ദം കേട്ടാൽ അവൻ ബോധരഹിതനായി പോകും. അതുകൊണ്ട് മനുഷ്യരുടെ കർമ്മപുടങ്ങളെ തൊട്ട് അള്ളാഹു അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ നിലയിൽ അത് കേൾക്കാത്ത സംവിധാനം അള്ളാഹു ചെയ്തുപോയി. ചുരുക്കത്തിൽ നാം വീട്ടിൽ നിന്ന് മയ്യത്ത് എടുത്തിപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, വേഗം നടക്കണം. ഇനി നോക്കുക, വയുക്റഹുൽ ലഗതു, ബഹളമുണ്ടാക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ലഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ റഫ്ഉ സൗതി, ശബ്ദം ഉയർത്തുക മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്. വലൗ ബിദ്ദിക്രി, അത് ദിക്ർ കൊണ്ടാണെങ്കിലും ശരി, വൽ ഖിറാഅത്തി, ഖുർആൻ പാരായണം കൊണ്ടാണെങ്കിലും ശരി, ഫിൽ മശീ മഅൽ ജനാസ, ജനാസന്റെ കൂടെ നടക്കുമ്പോ ഖുർആൻ ആയാലും ശരി ദിക്റാണെങ്കിലും ശരി, അതുകൊണ്ടുള്ള ലഗത്ത് കറാഹത്താണ്. തുഹ്ഫയിൽ കാണാം. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ്. ലഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ്ഉ സൗതി, ശബ്ദം ഉയർത്തലാകുന്നു. ഈ വാചകം എടുത്തു വെച്ചിട്ട് ചില അന്തംകമ്മി കുട്ടികൾ പറയലുണ്ട്, മയ്യത്തുണ്ടോമ ദിക്റെല്ലാം പാടില്ല, അത് നിങ്ങളെ കിതാബ് തന്നെ ഉണ്ട്, ദിക്റെല്ലാം പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. വലൗ ബിദ്ദിക്രി, ദിക്ർ കൊണ്ടാണെങ്കിലും ശരി, ഖുർആൻ പാരായണമാണെങ്കിലും ശരി, റഫ്ഉ സൗത്ത് പാടില്ല, ശബ്ദം ഉയർത്തുക, അത്യുച്ചത്തിലുള്ള ബഹളം വെക്കൽ പാടില്ല. അതേ സമയത്ത് ശബ്ദം ഉയർത്താതെ സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്ന രീതിയിൽ ദിക്ർ ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകുന്നതോ അത് ആരും എതിർത്തിട്ടില്ല. മാത്രമല്ല അത് ശ്ലാഘനീയമാണ്. അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ട്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമിട്ട മഹാനുഭാവൻ
അവിടുന്ന് ജാമിഉ സഗീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് ജനാസയിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഫഇന്ന ബറക്കത്ത കലിമത്തി ഷഹാദത്തി തഊദു അലൽ മയ്യിത്തി വൽ മുശയ്യിഈന, ആ കലിമത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ ബറക്കത്ത് ഈ മയ്യത്ത് പരിപാലനം നടത്തുന്ന ആളുകൾക്കും കിട്ടും, ആ മയ്യത്തിനും കിട്ടും. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് രാഷ്ട്രീയം പറയുക, അതുപോലെ മയ്യത്തിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, ഗീബത്ത് നമീമത്ത് പറയുക, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തെ സംബന്ധിച്ചും ഈ ജീവിതത്തിന്റെ ഭൗതിക ലോകത്തിന്റെ ക്ഷണികതയെക്കുറിച്ചുമെല്ലാം നന്നായി ചിന്തിച്ചുകൊണ്ട് എനിക്കും മരിക്കണം എന്ന ബോധത്തോടുകൂടി പതുക്കെ ദിക്റും ചൊല്ലിയാണ് പോകേണ്ടത്. ചുരുക്കി ഞാൻ അങ്ങോട്ട് പറയുന്നു, മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ചില ആളുകൾ വഖദ് അമ്മത്തിൽ ബൽവാ ബിമാ യുശാഹിദൂന മിൻ ഇസ്തിഗാലിൽ മുശയ്യിഈന ബിൽ ഹദീസി ദുന്യവി, മയ്യത്തിന് കൂടെ പോകുന്ന ആളുകൾ ദുന്യവിയായ സംസാരം നടത്തുന്നു. വറുബ്ബമാ അദ്ദാഹും ഇലാ നഹ്വിൽ ഗൈബ, ചിലപ്പോൾ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറയുന്നത് ഗൈബത്താകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ മയ്യത്ത് കെട്ടിൽ കിടക്കണം മനുഷ്യരെ പറ്റി തന്നെ ആകാനും സാധ്യതയുണ്ട്. മരിച്ചുപോയ മനുഷ്യരെ പറ്റി ഗീബത്ത് പറയുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കണേ. ഒന്ന് പൊരുത്തപ്പെടണമെന്ന് ചെന്ന് പറയാൻ പോലും ചാൻസ് ഇല്ലാത്ത പരിപാടിയാണത്. ആ നിലക്കുള്ള അപകടത്തിലൊക്കെ ആളുകൾ കുടുങ്ങിപ്പോകുന്നതിനേക്കാൾ വളരെ നല്ലതാണ് പതുക്കെ, ശബ്ദം ഒരുപാട് ഉയർത്താതെ സാധാരണ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൻ നമ്മുടെ ചുമലിലിരിക്കുകയാണ്. ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒരു ജനാസയും ചുമന്ന് പള്ളിക്കാട്ടിലേക്ക് നീങ്ങുമ്പോൾ ആലോചിച്ചോളണം. കൊല്ലുബുനി ഉൽസവഇൻ താലത്തു സലാമത്തുഹു യൗമൻ നലാലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഏതൊരു ഉമ്മവറ്റ മകനും എത്ര കാലം ഇവിടെ സുരക്ഷിതമായി കഴിഞ്ഞാലും ഒരു നാൾ മയ്യത്ത് കട്ടിലിട്ട് അവനും ചുമന്ന് കൊണ്ടുപോകേണ്ടി തന്നെ വരും എന്ന ബോധം. അതേവ ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ, ഖബറിലേക്ക്, ഖബറിൽ പള്ളിക്കാട്ടിലേക്ക്, മഖബറയിലേക്ക് ഒരു മയ്യത്ത് നീ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ദൃഢമായി വിശ്വസിച്ചു കൊള്ളണം. ഫലം ബി അന്നക ബഅദഹാ മഹ്മൂലു, ഇന്ന് ഞാൻ ഒരുത്തന്റെ മയ്യത്തുമായി പോവുകയാണ്, അധികം വൈകാതെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്നെയും ഇതുപോലെ ചുമന്നു കൊണ്ടുപോകാനുള്ളതാണ്. ഈ നിലക്കുള്ള ചിന്തകളുമായിട്ട് മയ്യത്തുമായിട്ട് പോവുക. ഇനി ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ അവിടെ ചില സുന്നത്തുകളുണ്ട്, നോക്കിക്കോളൂ. അയ്യദുഅലഹ, ആ മയ്യത്തിനു വേണ്ടി ദ്വാരക്കുക. നമ്മളിങ്ങനെ യാത്രയിലാണ്, കാറിൽ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ മയ്യത്തുമായിട്ട് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, നമ്മളത് കണ്ടു. ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. വയുസ്നിയ അലൈഹാ ഖൈറൻ ഇൻ കാനത് അഹ്ലൻ ലഹു. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട്, ആ കട്ടിലിലെ മയ്യത്തിനെ നമുക്കറിയാം നല്ല മനുഷ്യനാണ്, എന്നാൽ അയാളെപ്പറ്റി നല്ലത് പറയുക. നല്ലതൊന്നും പറയാനില്ലെങ്കിലും മിണ്ടാതിരിക്കുക. മരിച്ച ആളെപ്പറ്റി നല്ലത് പറയൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ, ഒരാൾ മരിച്ചപ്പോൾ അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു, 5 നേരം നിസ്കരിക്കുന്നയാളായിരുന്നു, ഒരു കളവും വഞ്ചനയും ഇല്ലാത്തവനായിരുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, കുടുംബത്തെ വളർത്തുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ളവനായിരുന്നു എന്നിങ്ങനെ അയാളെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്നവർ ഭൂമിയിലെ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. നിങ്ങൾ സാക്ഷി, ഞാനവന് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹം അർഹിക്കുന്ന ഗുണങ്ങൾ, നന്മകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുക. വഅയ്യഖൂല,
ഇങ്ങനെ പറയലും സുന്നത്തുണ്ട്. സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത് ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു അല്ലാഹുമ്മ സിദ്നാ ഈമാനം വതസ്ദീഖൻ വതസ്ലീമാ അല്ലാഹു അക്ബർ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അപ്രകാരം ചൊല്ലൽ സുന്നത്തുണ്ട്. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോവാ. ഇനി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് മയ്യത്തിന്റെ കൂടെ തീ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. ഇവിടൊക്കെ എങ്ങനെയാ, അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? തീ കൊണ്ടുപോകലുണ്ടോ ഇവിടെ? ചില സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? ഉപകാരമായി. തീ കൊണ്ടുപോകാൻ പാടില്ല. ഫീ മിജ്മറത്തിൻ ഔ ഗൈരിഹ എന്നൊക്കെ കാണാം കിതാബില്. ഈ കുന്തിരിക്കം പുകയിക്കുന്ന സാധനത്തിനാണ് മിജ്മറ എന്ന് പറയാം. അതില് മറ്റേ ഈ പുകച്ചിട്ട് ഇങ്ങനെ അതും തിരക്കിടില്ല. അതൊന്നും മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെ ഇല്ല, അങ്ങനെ തീ കൊണ്ടുപോകലില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെ ഈ നാട്ടിലൊക്കെ ചില സ്ഥലത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂടെ തീ കൊണ്ടുപോകലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. പിടികിട്ടിയില്ല അല്ലേ? വീഡിയോ വെച്ചാ പോരെ? മയ്യത്തിന്റെ കൂടെ പോകുമ്പോ വലിക്കരുത്. ഏതായാലും മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂടെ തീ പാടില്ല. അപ്പൊ അതിന്റെ വിവക്ഷയിൽ പെട്ടതാണ് ഈ കൂടെ പോകുന്ന ആളുകളെ ചുണ്ടിൽ മറ്റേ സിഗരറ്റ് ഇല്ലാതിരിക്കല്. ഇരിക്കട്ടെ. അങ്ങനെ നമ്മള് മയ്യത്തുമായി ചെന്നു. ഇനി നിസ്കരിക്കുകയാണ്. മയ്യത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് പറയാം, ശ്രദ്ധിച്ചോളി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, ഏതൊരു മയ്യിത്തും ആ മയ്യിത്തും വെച്ചുകൊണ്ടൊരു 100 ആൾ നിസ്കരിച്ചാൽ, 100ഓളം ആളുകൾ നിസ്കരിച്ചാൽ, കുല്ലുഹും യശ്ഫഊന ലഹ്, എല്ലാവരും ഈ മയ്യിത്തിന് വേണ്ടി അല്ലാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ, ഇല്ലാ ശുഫിഉ ഫീഹി, അവരെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. അത് മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്. വേറെ ഒരെണ്ണം കേട്ടോളൂ. عن ابن عباس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഏതൊരു മുസ്ലിമായ മനുഷ്യനും മരിക്കുന്നു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, ആ മനുഷ്യന്റെ ജനാസ നിസ്കാരത്തില് 40 ആൾ പങ്കെടുത്താൽ, ഈ ഹദീസിൽ അങ്ങനെയാണല്ലോ, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, ശരിയായ മുവഹ്ഹിദുകളായ നല്ല വിശ്വാസികളായ 40 ആള് ആ മയ്യത്തിന് നിസ്കരിക്കുകയും ചെയ്താൽ, ഇല്ലാ ശഫാഅഹുമുല്ലാഹു ഫീഹി, അവരുടെ നിസ്കാരമാകുന്ന ശഫാഅത്ത് സ്വീകരിച്ചു അല്ലാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കൂല. ഖാല റസൂലുള്ളാഹി. ഇനി മറ്റൊരു ഹദീസ്, മൻ സല്ലാ അലൈഹി സലാസത്തു സുഫൂഫിൻ, 3 സഫ് ആളുകൾ നിസ്കരിച്ചാൽ, ഫഖദ് ഔജബ, അവൻ രക്ഷപ്പെട്ടു, അവന് സ്വർഗം കിട്ടി എന്ന അർത്ഥത്തിൽ. ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഇനി മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകൾ നമ്മൾ കണ്ടതും എനിക്ക് കാണാനുള്ളതും പറയാനുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ 3 ഹദീസും വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് 100 എന്നും 40 എന്നും 3 സഫ് എന്നും ഒക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് പരമാവധി ആളുകളെ മയ്യിത്ത് നിസ്കാരത്തിൽ കൂടുതലായി പങ്കെടുപ്പിക്കുക. അങ്ങനെ ഒരുപാട് ആളുകൾ നിസ്കരിച്ചു, എല്ലാവരും പടച്ചവനോട് ഈ മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി പറയുക എങ്കിൽ അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് ഇത് കാരണമാകുമെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൂടെ പോയിട്ടുള്ള ആളുകൾ അവിടെയും ഇവിടെയും നോക്കി നിൽക്കുക. കുറെ ആളുകൾ ആ കബർ ഒഴിക്കുന്നിടത്തേക്ക് പോയിട്ട് അവിടെ വെറുതെ തൊള്ളാട്ടിങ്ങനെ വെക്കും. വേറെ കുറെ ആളുകൾ ആ പള്ളിപ്പറമ്പിലേക്ക് അങ്ങോട്ട് എത്തിയാൽ ബാഗ് ഒരു സിഗരറ്റിന് തീയൊക്കെ കൊടുത്ത് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വർത്താനം. എന്നിട്ടോ കുറച്ചാളുകൾ പള്ളിയിൽ കയറുന്നു. അങ്ങനല്ല വേണ്ടത്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ വന്യ മാതാവിന് പിതാവിന് അവസാനമായി ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ സേവനമാണ്
മയ്യിത്ത് നിസ്കാരം. ആ മയ്യിത്ത് നിസ്കാരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാൻ വേഗം വുളൂ ചെയ്ത് നിസ്കാരത്തിന് റെഡിയാവുക. ഇതാണ് നമ്മൾ ഇനി വേണ്ടത്. അതിന് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാൻ അറിയണം. അതിപ്പോ ഇവിടുന്ന് ഒരു 10 മിനിറ്റോട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചു പോകും. അതിൽ യാതൊരു സംശയമില്ല. പഠിക്കൂ, നിങ്ങൾ ഉറപ്പിച്ചോളി. പഠിപ്പിക്കാൻ കഴിയുന്ന എനിക്കും നല്ല ഉറപ്പുണ്ട്. പിന്നെന്താ, ബിസ്മില്ലാ. മയ്യിത്ത് വെച്ചു. പള്ളിയിലാകുമ്പോ പ്രത്യേകിച്ച് ആ മയ്യിത്ത് കട്ടിലിന്റെ അടപ്പുണ്ടല്ലോ, അത് എടുത്തോളണമെന്നൊന്നുമില്ല. ഏതായാലും ഇപ്പോ സാധാരണ ഇവിടെയൊക്കെ എടുക്കലുണ്ട്, നമുക്ക് വിരോധമൊന്നുമില്ല. മയ്യിത്തോടെ വെച്ചു. ഇമാമത്ത് നിൽക്കുന്നത് ആരാണ്? ഇമാമത്ത് നിൽക്കുന്നത് നേരത്തെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഒരു ക്രമം പറഞ്ഞല്ലോ, അബൂഹു എന്ന് പറഞ്ഞിട്ട് വാപ്പ, മകന് എന്നൊക്കെ പറഞ്ഞ വളരെ അടുത്ത ആളുകൾക്ക് തന്നെയാണ് അവകാശം. ആ ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വേറെ ഒരാളെ കൊണ്ടും അത് ചെയ്യിപ്പിച്ചൂടാന്ന് അതിനൊരർത്ഥമില്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുവാനുള്ള അവകാശി വാപ്പ മരിച്ചാലും മകനാണ്, വാപ്പുണ്ടെങ്കിൽ വാപ്പയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തയാളാണ്, റെഡി. ആ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തുകൂടാന്നുണ്ടോ? അതില്ല. അപ്പൊ അതുകൊണ്ട് ഈ അവകാശി ചിന്തിക്കണം, തെറ്റുകൂടാതെ ഇമാമത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരു ഇമാമായി നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് അയാൾ ചിന്തിക്കണം. ഉണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ നിന്നോളൂ. അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ഉസ്താദുണ്ട്. ഏതായാലും പള്ളിയിലെ ഉസ്താദ് എന്നുള്ളവർക്ക് കള്ളു കുടിക്കൂല എന്ന് ഉറപ്പാ. അതുപോലെ സുബഹ് നിസ്കാരം ഏതായാലും മൂപ്പർക്ക് കള ആകലില്ല. ഇവിടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കണല്ലോ. ഈ നിലയ്ക്ക് ഒരു സുബഹ് നിസ്കാരം പോലും കള ആക്കാൻ അവസരമില്ലാത്ത, അതുപോലെ പരമാവധി തെറ്റുകുറ്റങ്ങളിലൊന്നും ഇടപെട്ടു പോകാൻ സാധ്യതയില്ലാത്ത, അതുമല്ലെങ്കിൽ ഈ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് പല ആലിമീങ്ങളും നേതാക്കളുമായി ബന്ധമുള്ള മനുഷ്യനാണ്, കൂടുതൽ സമയവും ദീനീ പ്രവർത്തനത്തിനാണ് ചെലവഴിച്ചത്. അതുകൊണ്ട് ഒരുപാട് ആലിമീങ്ങളും പ്രധാനപ്പെട്ട തങ്ങന്മാരുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മകൻ ആ പണ്ഡിതന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ടയാളോട് വാപ്പാടെ മയ്യിത്ത് നിസ്കാരത്തിന് നിങ്ങൾ നേതൃത്വം വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ അവകാശം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മക്കളെ അതൊരു മോശപ്പെട്ട പണിയല്ല. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുപോയി. അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഈ വരുന്ന ആൾക്ക് തെറ്റുകൂടാതെ ഫാത്തിഹ ഓതാൻ തന്നെ അറിഞ്ഞോളണമെന്നില്ല. അതുപോലെ ഇമാമായി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകളെന്ന് അത് ഈ കുട്ടിക്ക് അറിയില്ല. അപ്രകാരം ചിലപ്പോ അവന്റെ തുണി എടുത്തത് ശരിയായിട്ടുണ്ടാവില്ല, വൊളു എടുത്തത് ശരിയായിട്ടുണ്ടാവില്ല. ഇതെല്ലാം കാണുമ്പോ മയ്യത്താടെ വെച്ചാൽ സാധാരണഗതിയിൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇമാമ് മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്നത് പോലെ ഇമാമിന് മയ്യിത്ത് നിസ്കാരത്തിന് കയറിക്കാൻ പറ്റുമോ? പറ്റൂല. ഇമാമിന് മിഹ്റാബിലേക്ക് ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ അങ്ങോട്ട് കയറി നിൽക്കാൻ ജമാഅത്ത് കമ്മിറ്റി പാസാക്കിയ അയാളാണ് സ്ഥാപിച്ചാൽ മതി, ഖത്തീബാക്കി നിയമിച്ചാൽ മതി. പക്ഷെ ഈ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കണമെങ്കിലോ അത് മയ്യത്തിന്റെ അവകാശി പറഞ്ഞേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒരു പൊതു തത്വം ഞാൻ പറയാം. മുറാഅത്തുൽ അദബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം. അദബും ഗുരുത്വവും ഒക്കെ നമ്മൾ പാലിക്കുക, പരിഗണിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കി വെച്ചോളി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഈ മകൻ മഅ്മൂമായി നിസ്കരിച്ചാലും മതി, വലിയ പരിചയവും മറ്റുമൊന്നും ഇല്ലാത്ത ആളുകൾ ഇമാമത്തിന് മുതിരാതിരിക്കലാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു. അപ്പൊ ഇമാമത്ത് നിൽക്കുന്നവൻ ആരായാലും അയാൾ എവിടെ നിൽക്കണം? വസ്സുന്നത്തു അൻ യഖിഫൽ ഇമാമു ഫീഹാ ഇൻദ റഅസിർ റജുലി വഇൻദ അജീസത്തിൽ മർഅതി. മയ്യിത്ത് ആണാണെങ്കിൽ തലന്റെ അടുത്ത് നിൽക്കുക, മയ്യിത്ത് പെണ്ണാണെങ്കിൽ അരക്കെട്ടിന്റെ ഭാഗത്ത് നിൽക്കുക. ഇമാം അവിടെയാണ് നിൽക്കേണ്ടത്. ഇനി ഇത് ഇങ്ങനെ നോക്കി വായിച്ചു തീർക്കല്ലാതെ നിവൃത്തിയില്ല. ശ്രദ്ധിച്ചോളൂ, സഫുകൾ 3 കുറയാതെ ഉണ്ടാക്കാൻ നോക്കണം. അത് നേരത്തെ ഒരു ഹദീസ് പറഞ്ഞല്ലോ 3 സഫ് എന്ന്. അപ്പൊ ആ ഹദീസ് അങ്ങനെ തന്നെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ
കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളൂ എങ്കിൽ ആ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? 3 സഫായിട്ട് അങ്ങോട്ട് നിൽക്കുക. എന്നാൽ ആ ഹദീസ് അടിസ്ഥാനത്തിൽ 3 സഫ് നിസ്കരിച്ചു എന്ന് വരുമല്ലോ. ഹൈസു കാനൽ മഅ്മൂമൂന സിത്തൻ ഫഅക്സറ. മഅ്മൂമിങ്ങൾ ഇപ്പൊ ഞാൻ പറയാം, ഒരു 7 ആളുണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരാള് ഇമാമ്, ബാക്കി 6 ആളുണ്ടല്ലോ. 2 ആളൊരു സഫ്, 2 ആളൊരു സഫ്, 2 ആളൊരു സഫ്, അങ്ങനെ 3 സഫാക്കുക. അങ്ങനെ 3 സഫ് ഉണ്ടാക്കുമ്പോൾ ഈ 3 സഫിനും കൂടി ഒരു സഫിന്റെ ഒന്നാമത്തെ സഫിൽ നിന്ന കൂലി തന്നെ 2ലും 3ലും നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന കൂലി നഷ്ടപ്പെട്ടു എന്ന് ഓർത്തിട്ട് പരസ്പരം അവിടെ ഇടിയുണ്ടാക്കേണ്ടതില്ല. ഇങ്ങനെ 3 സഫായി നിസ്കരിക്കാൻ ശ്രമിക്കുക. പിന്നെ സിത്തത്തു ശുറൂത്ത്. മയ്യത്ത് നിസ്കാരത്തിന് 6 നിബന്ധനകളുണ്ട്. ശരിക്കും പഠിക്കണേ, ആണും പെണ്ണൊക്കെ പഠിക്കണം. മയ്യത്ത് നിസ്കാരം സഹീഹാകുവാൻ 6 നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത് ത്വഹാറത്തുൽ മുസല്ലി. നിസ്കരിക്കുന്ന ആള് ഉളു, കുളി എന്നീ 2 വക ശുദ്ധി വരുത്തിയവനായിരിക്കണം. മറ്റുള്ള നിസ്കാരത്തിനൊക്കെയുള്ള അതേ ഷർത്ത്. രണ്ടാമത്തേത് ത്വഹാറത്തുഹു അനിൻ നജാസത്തി. മറ്റുള്ള നിസ്കാരത്തിനുള്ള ഷർത്ത് തന്നെ നിസ്കരിക്കുന്നവന്റെ ശരീരം, വസ്ത്രം, സ്ഥലം ഇതൊക്കെ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. മൂന്നാമത്തേത് സത്റു ഔറത്തിഹി. ഔറത്ത് മറച്ചിരിക്കണം. എന്നെങ്കിലൊക്കെ മയ്യത്തുസ്കാരം ശരിയാവുള്ളൂ. ഇപ്പൊ വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നേക്കണു ഒരു കുട്ടി. ആ കുട്ടി വസ്ത്രം ധരിച്ചത് ശരിയായിട്ടില്ല, മുട്ടുപൊക്കളിന്റെ ഇടയിൽ മറിഞ്ഞിട്ടില്ല എന്ന് വെക്കുക, നിസ്കാരം ശരിയാവില്ല. അപ്പൊ മയ്യത്ത് നിസ്കാരം സഹീഹാകണമെങ്കിൽ മറ്റുള്ള നിസ്കാരങ്ങളുടെ ഈ ഷർത്തുകളൊക്കെ അതിനുണ്ട്, എന്നെങ്കിലും നിസ്കാരം ശരിയാവുള്ളൂ. ഇപ്പൊ 3 ഷർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒന്നും കൂടി പറയാം. വുളു, കുളി എന്നീ 2 ശുദ്ധി വരുത്തണം. അതുപോലെ പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, ഔറത്ത് മറക്കുകയും വേണം. അപ്പൊ 3 പറഞ്ഞു. ഇനി 3 കൂടി പറയാനുണ്ട്. ആ ഇനിയുള്ള 3 പറയുന്നതിന്റെ മുമ്പ് ഞാനൊരു കാര്യം ഇവിടെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതായത് ഈ അടുത്ത കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്താണത്? മയ്യത്ത് കഫൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടാവും. ആ സമയത്ത് എല്ലാവരും യാസീൻ ഓതി ഭക്തി നിർഭരമായി ദുആ ചെയ്ത് എല്ലാവരും മാമിയും പറഞ്ഞ് മയ്യത്തും എടുത്ത് ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഇതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുമാറ് ഈ വീടിന്റെ ഉള്ളിൽ നിന്നൊരു ബഹളം കേൾക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, 5-6 പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണം. ഇതന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ആ പെണ്ണുങ്ങളെ ആരോ ചട്ടം കെട്ടി ഒരുപാട് ചെയ്തു വെച്ചേക്കണതാണ്. കാരണം ഈ അടുത്ത കാലം വരെ ജീവിച്ചു മരിച്ചുപോയ സ്വാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ അവരൊന്നും വലിയ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിച്ചിട്ടില്ലാത്ത ഒരു സംഗതി ആര് തുടങ്ങിയാലും തുടങ്ങുന്നവർ അതിനെന്തൊക്കെ തെളിവ് പറഞ്ഞാലും ഒറ്റയടിക്കതങ്ങ് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണോ? പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കുക എന്ന ഒരു സമ്പ്രദായം 1400 ചില്ലാനം വർഷം കേരളത്തിൽ ഇസ്ലാമിന് പഴക്കമുണ്ട്. ഈ വയസ്സായ ഇവിടെ വയല് കേൾക്കുന്ന സ്ത്രീകളെ കൂട്ടത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോന്ന്? ഇല്ല, ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്. ആ തുടങ്ങിയതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പുത്തനാശയക്കാരാണ്. നമ്മളത് പഠിച്ചു വെക്കണം. അപ്പൊ അതുകൊണ്ട് പുത്തനാശയക്കാരാണ് ഒരു കാര്യം നല്ലത്, ഇല്ലാത്ത എന്തോ ഒരു കാര്യം ഒരു ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ എതിർക്കൊന്നുമില്ല. പക്ഷേ വളരെ ഗുരുതരമായ അപകടങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ അടുത്ത ഒരാഴ്ച മുമ്പ് കോഴിക്കോടിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ മരിച്ചു. ആ മരിച്ച സ്ത്രീയുടെ മയ്യത്ത് നിസ്കാരത്തിൽ കുറെ സ്ത്രീകൾ പങ്കെടുത്തു. എന്നോട് എന്റെ സ്വന്തം ഭാര്യ വിളിച്ചു പറഞ്ഞതാണ്. മൂപ്പത്തി വിളിച്ചിട്ട് ചോദിക്കാണ്, ചില പെണ്ണുങ്ങൾ ചുരിദാർ എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത്, ചിലത് സാരി എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത്, ചില പെണ്ണുങ്ങൾ കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്. ഇതെന്തൊരു നിസ്കാരമാണ് എന്നോട് ചോദിക്കാം. ഞാനിട്ട് നിസ്കരിപ്പിച്ച മാതിരിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നിസ്കരിക്കാൻ വാശി പിടിച്ച അല്ലെങ്കിൽ അവരെ വാശി പിടിപ്പിച്ച അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഈ നിസ്കാരം സ്വഹീഹാകണമെന്നും ആ നിസ്കാരവും ഈ മയ്യത്തിന് ഗുണം കിട്ടുന്നതിനായി തീരണമെന്നും വാശിയില്ല. അവർക്കെന്തോ ഒരു പുതുമ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചുരിദാർ നിസ്കാരവും സാരി നിസ്കാരവും ഔറത്ത് മറക്കാത്ത നിസ്കാരവും ഒക്കെ ഉണ്ടായത്. ഇതിനൊക്കെ മയ്യത്ത് വെച്ചു കൊടുക്കൽ പച്ച ഹറാമാണ് കേട്ടോ.
സംശയം വേണ്ട. മയ്യത്തിനെ കളിയാക്കലല്ലത്, മയ്യത്തിനെ പരിഹസിക്കലല്ലേ ഇത്. ഔറത്ത് മറക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കലാണ്, സ്ത്രീ ആണെങ്കിലോ മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കിയൊക്കെ ഔറത്താണ്. അപ്പൊ മയ്യത്ത് മരിച്ച വീട്ടിലേക്ക് ഇവള് വന്നത് സാരി ഉടുത്താണ്, അങ്ങനെ തന്നെ നിസ്കരിക്കുകയാണ്. കഴുത്ത് പുറത്ത്, കാല് പുറത്ത്, ശരിയാവോ? നിസ്കാരം സഹീഹാകാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പില്ല. വല്ല യാത്രയിലൊക്കെ അത്യാവശ്യത്തിന് പോകുമ്പോ സഹോദരിമാരൊക്കെ ചിന്തിച്ചോളണം. സോക്സ് ഇട്ട് ശീലിച്ചിട്ടില്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അത് ശീലിക്കണം. ശീലിക്കുന്നതിന്റെ മുമ്പ് ഞാൻ പറയാ, എടുത്ത് കയ്യിൽ വെച്ചോളണം. എന്നാൽ ആ വല്ല ലോഡ്ജിലൊക്കെ കയറുമ്പോ നിങ്ങൾക്ക് ആ പർദ്ദ അത് ഇങ്ങനെ ഓക്കെ നമ്മുടെ നിസ്കാരക്കുപ്പായത്തിന്റെ സ്ഥാനത്ത് വന്നു. സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന നിസ്കാരക്കുപ്പായം എന്ന് പറഞ്ഞാൽ കാലും കഴിഞ്ഞ് പിന്നെ ഇറങ്ങി നിൽക്കുമല്ലോ, അല്ലേ? കാലും കഴിഞ്ഞിട്ട് അത് ഇറങ്ങി നിൽക്കും. അതെന്താ? പാദവും ഔറത്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തില്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്ത് നിന്ന് നമ്മൾ 1ാം ക്ലാസ് മുതലേ പഠിച്ചു വന്നതല്ലേ? അപ്പോ നന്നായി ശ്രദ്ധിച്ചു വെക്കണം. കാലുൾപ്പെടെ മറയണം. ആ മറയാൻ പാകത്തിനാണ് നിങ്ങളെ നിസ്കാര കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നത്. ആ നിസ്കാര കുപ്പായം ഇട്ടിട്ടല്ല നിങ്ങൾ യാത്രക്ക് ഒരുങ്ങിയത്. സാധാരണ പർദ്ദയാണ്. ആ പർദ്ദയിട്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാല് പുറത്താവും. അപ്പൊ നിങ്ങൾക്ക് ലോഡ്ജിൽ നിന്ന് സോക്സ് ധരിക്കാലോ. ഞാനിത് ഹജ്ജ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല. ആ വന്ന ചുരിദാറാണ് ചുരിദാർ, സാരി ആണെങ്കിൽ സാരി, അല്ലാഹു അക്ബർ. ഇത് മരിച്ച വീട്ടിൽ എന്തോ ഒരു പുതുമയുണ്ടാക്കി ആളാകാനോ അല്ലെങ്കിൽ പ്രസ്ഥാനം വളർത്താനോ മറ്റോ ഉദ്ദേശിക്കുന്ന ആരുടെയോ വേലയാണ് എന്ന് മനസ്സിലാക്കി തലമുതിർന്ന ബോധമുള്ള വയസ്സായ ഉമ്മമാര് തത്സമയത്ത് ഇടപെട്ടിട്ട് തടയണം. അത് പറ്റൂല മക്കളെ എന്ന് പറയണം. മയ്യിത്ത് നിസ്കരിക്കൽ ആണുങ്ങളല്ലേ, ഇനി അതും കൂടി മനസ്സിലാക്കിക്കോളൂ. ഒരാൾ മരിച്ചു. ആ മരിച്ച ആള് ആണായാലും പെണ്ണായാലും പുരുഷന്മാരുണ്ടോ സ്ത്രീകൾ നിസ്കരിച്ച നിസ്കാരം വിടൂല. മയ്യിത്ത് നിസ്കാരം ഫർള് കിഫയാണല്ലോ, സാമൂഹ്യ ബാധ്യതയാണല്ലോ. ആ ഫർള് വീടണമെങ്കിൽ പുരുഷൻ അങ്ങോട്ട് നിസ്കരിക്കണം. 1,00,000 സ്ത്രീകൾ നിസ്കരിച്ചു, മയ്യത്ത് മറവ് ചെയ്യാൻ പാടില്ല, ലോകമൊട്ടാകെ കുറ്റത്തിലാവും. പിന്നെയോ വകതിരിവായ ഒരാൺകുട്ടിയെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ ആ കുട്ടി നിസ്കരിച്ചെങ്കിലേ ഫർള് വീടുന്ന. അപ്പൊ ഈ ഫർള് വീടാത്തൊരു നിസ്കാരം പുരുഷന്മാർക്ക് മുമ്പേ വീട്ടിൽ വെച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അവന് ഈ ഫോർമാലിറ്റി ഒക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ തന്നെ വലിയ അന്തമുള്ള ഒരു സംഗതി അല്ലത്. അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയുണ്ട്. മഹാനായ മുഹഖിഖുൽ അസ്ർ ശൈഖ് ശാഫിഇയ്യ അശ്ശൈഖ് അബ്ദുറഹ്മാൻ അശ്ശുർബീനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് അത് തടയണമെന്നാണ്. ഇത് ലാ വജ്ഹ ലിസ്സിഹത്തി മാ ബഖാഇൻ ഫർള്. ഫർള് അവിടെ കിടക്കല്ലേ, പിന്നെ ഇതെങ്ങനെ ശരിയാകാന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിസ്കാരത്തിന് അനുകൂലമായി തോന്നുന്ന വല്ല കിതാബിന്റെ വരികളും ആരെങ്കിലും ഉദ്ധരിച്ചാൽ അതിൽ അപ്പുറം ഇപ്പുറം ഒന്നുകൂടി ചിന്തിച്ചിട്ടേ അത് ഇറക്കിക്കൂടൂ എന്നാണ് ഞാൻ പറയണത്. സ്ത്രീകൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോഴും ഉസ്താദേ പുരുഷന്മാരെ കൂടെയാണെങ്കിലോ, പുരുഷന്മാരെ നിസ്കാരം കൊണ്ട് ഫർള് കൂടുമല്ലോ, പുരുഷന്മാരെ കൂടെയാണെങ്കിലോ, അല്ലെങ്കിൽ ആണുങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഇമാമത്ത് നിന്നിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ നിസ്കരിക്കുകയാണെങ്കിലോ ആണെങ്കിലോ ആ ചോദ്യം പ്രസക്താണ്. ഞാൻ പറയാം. ഫർള് വീടണമെങ്കിൽ പുരുഷന്മാർ നിസ്കരിക്കണം എന്ന് പറയില്ല. പുരുഷൻ ഉള്ളയിടത്തെ ഒരാൾ മരിച്ചു, ഒരൊറ്റ ആണുമില്ല, വകതിരിവായ ഒരാൺകുട്ടി പോലുമില്ല, എന്നാ പെണ്ണുങ്ങൾക്ക് മയ്യിത്ത് നിസ്കാരം നിർബന്ധമാവും. അത് മറക്കണ്ട. ആണുങ്ങളുണ്ടോ പിന്നെ ആണുങ്ങളെ നിസ്കരിക്കേണ്ടത്. ആണുങ്ങളുടെ നിസ്കാരം കൊണ്ടേ ഫർള് വീടൂ എന്നിരിക്കെ ആ ആണുങ്ങൾക്ക് മുമ്പേ പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ അതൊരു ഫർള് വീടാത്ത നിസ്കാരമാവുമല്ലോ. അത് നമ്മൾ പറഞ്ഞു വരുന്നത്. ആയിക്കോട്ടെ, സംബന്ധിച്ചു വന്ന ആണുങ്ങളെ ഇമാമത്ത് നിർത്തിയവരെ കൂടെ ഞങ്ങളുടെ നിസ്കരിച്ചാലോ, അല്ലെങ്കിൽ ആണുങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചാലോ എന്നൊക്കെ ചോദിച്ചാൽ നിസ്കരിച്ചാൽ നമ്മൾ ആക്ഷേപം പറയണില്ല. അതൊരു വലിയ പുണ്യകർമ്മമാണെന്ന് പറയാൻ മാത്രമുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. ഇരിക്കട്ടെ, അതൊരു വലിയ തെറ്റില്ല. അത് ചില പണ്ഡിതന്മാരൊക്കെ അത് നഫിലായിട്ട് വാക്കയാവും എന്നൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് നമ്മൾ ആക്ഷേപം പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണതെന്നറിയുമോ?
ആ നിലക്ക് പുരുഷന്റെ കൂടെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ തന്നെയും പാദം ഉൾപ്പെടെ മറയുന്ന നിസ്കാര കുപ്പായം നിങ്ങൾ ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ കാല് മറയ്ക്കാൻ സോക്സ് വേണം. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ശരീരത്തിന്റെ ഒരു മുടി പോലും പുറത്ത് കാണാതെ ഔറത്ത് മറക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചു, ആ മരിച്ചു കിടക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, അവന്റെ പെങ്ങളുണ്ടവിടെ, ആ വീട്ടിൽ തന്നെ അവളെ നിസ്കാര കുപ്പായവും മറ്റൊക്കെ ഉണ്ട്. അവൾ ആ മര്യാദകളൊക്കെ പാലിച്ച് നിസ്കരിക്കാൻ തയ്യാറാകുമ്പോ അവൾക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഏതെങ്കിലും അവളെ ഭർത്താവോ അല്ലെങ്കിൽ വേറെ ഒരാങ്ങളെയോ മറ്റോ ഇമാമത്ത് നിൽക്കുന്നു, ആ ഇമാമത്ത് നിൽക്കുന്നവനെ കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഉമ്മയോ പെങ്ങളോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും പുറകിൽ നിസ്കരിക്കുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷെ നിസ്കരിക്കുമ്പോൾ തന്നെ എന്ത് വേണം? ഈ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഔറത്തൊക്കെ മറച്ചിരിക്കണം. അല്ലാതെ വെറുതെ മയ്യത്തും വെച്ച് കളിപ്പിക്കരുത്. ഒരൊറ്റ ഒരു ഉത്തരവാദപ്പെട്ട ഉമ്മമാരും അതിന് സമ്മതം കൊടുക്കരുത്. മതി, ഇനിയത് ഒരുപാട് പറഞ്ഞാൽ തീരൂല. പക്ഷെ ഇത് ഒരുപാട് ആളുകൾ കേൾക്കാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചതാണ്. വളരെയധികം ഗൗരവത്തോടെ ചിന്തിച്ചോളണം. എന്തൊക്കെയോ തോന്നിവാസങ്ങൾ ഉണ്ടാക്കുക, പിന്നെ നമുക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിസ്മില്ലാ. ഇനി അപ്പൊ നമ്മൾ ഔറത്ത് മറക്കണം എന്ന നിബന്ധന പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞു പോയത്. നാലാമത്തത്, മയ്യിത്ത് നിസ്കാരം സഹീഹാകണമെങ്കിൽ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടണം. എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റൂല. അഞ്ചാമത്തേത് തഖദ്ദുമു തുഹുറുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ ശുദ്ധി മുന്തണം എന്ന് പറഞ്ഞാല് മയ്യിത്ത് കുളിപ്പിച്ചതിന്റെ ശേഷമായിരിക്കണം നിസ്കരിക്കുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോയി, അപ്പോ എപ്പോഴാ കുളിപ്പിക്കാൻ വെക്കണം എന്ന് ചോദിച്ചു. കുളിപ്പിക്കാൻ വെക്കണത് ഒരു 2 മണിക്കൂർ കൂടി കഴിയും. എന്നാ മയ്യത്താടൊക്കെ ഞാൻ നിസ്കരിച്ചിട്ട് പൊട്ടേന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ നോക്കിക്കോളൂ, ഒരു സങ്കീർണമായ പ്രശ്നം. ഫലവു വഖഅൽ മയ്യിത്തു ഫീ ബിഇരിൻ, ഒരു മയ്യത്ത് കുഴിയിലെവിടെയോ പെട്ടു, ഔ ബഹരിൻ, അല്ലെങ്കിൽ കടലിലോ മറ്റോ കുടുങ്ങി, ഔ തഹത റദ്മിൻ, അല്ലെങ്കിൽ വല്ല ഭൂകമ്പമോ മറ്റോ ഉണ്ടായി കെട്ടിടങ്ങളൊക്കെ തകർന്ന് അതിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിപ്പോയി. ഈ മയ്യത്ത് പുറത്തെടുക്കാനും കുളിപ്പിക്കുവാനും നിവൃത്തിയില്ലാതെ വന്നു. എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ചിരിക്കണം, അത് ഷുവറാണ്. അപ്പൊ ഈ മയ്യത്തിനെ നമുക്ക് കിട്ടിയില്ല, പല വിമാനാപകടത്തിലോ എന്തോ ഒക്കെ പെട്ട് മയ്യത്ത് കിട്ടിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. മരിച്ചു എന്ന് വിവരം കിട്ടി, പക്ഷേ മയ്യത്ത് കിട്ടൂല. ഇങ്ങനെ വന്നാൽ സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു അതുപോലെയുള്ള സർവ്വ അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. ലം യുസല്ല അലൈഹി, നിസ്കരിക്കാൻ പാടില്ല. ഇനി ആ മയ്യത്തിന് ഗുണം എത്തിച്ചു കൊടുക്കാൻ എന്തേ വഴിയുള്ളൂ? വീട്ടിൽ നിന്ന് യാസീനോദാം, അദ്ദേഹത്തിന്റെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യാം, ദുആ ചെയ്യാം, നിസ്കാരം നടത്തിക്കൂടാ. മറഞ്ഞ മയ്യത്തിനെ പേര് നിസ്കരിച്ചുകൂടാ. മറഞ്ഞ മയ്യത്തിനെ പേര് നിസ്കരിക്കണമെങ്കിലും മയ്യത്തിന്റെ കുളി നടന്നതായി വിവരം കിട്ടണം. ഇരിക്കട്ടെ. ആറാമത്തേത്, മയ്യത്തിനെ ഇമാമിനെ പോലെ കാണുക, പരിഗണിക്കുക. അതായത് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ മുന്നിൽ കയറി നിൽക്കാൻ പറ്റൂല, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. ഇതാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ 6 നിബന്ധനകൾ. ഇതിലിപ്പോ ആദ്യം പറഞ്ഞ് 3 സാധാരണ നിസ്കാരങ്ങൾക്കൊക്കെ ബാധകമാണ്. അതായത് ശുദ്ധി വരുത്തുക, കുളിക്കേണ്ടതുണ്ടെങ്കിൽ കുളിക്കുക, ഒതുകൊടുക്കുക എന്നുള്ളതൊക്കെ മറ്റുള്ള നിസ്കാരത്തിലും പറഞ്ഞ തന്നെയാണ്. അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാകലും അങ്ങനെ തന്നെയാണ്. ഔറത്ത് മറക്കലും മറ്റുള്ള നിസ്കാരങ്ങൾ പോലെ തന്നെയാണ്. പിന്നെ ഖിബ്ലക്ക് മുന്നിടലും അതുപോലെ മറ്റുള്ള നിസ്കാരത്തിന് ബാധകമാണ്. പിന്നെ മയ്യത്തിനെ മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുന്നിൽ കയറി നിൽക്കാതിരിക്കണം. അത് ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ ഒരു പ്രത്യേക നിബന്ധനയാണ്. മയ്യത്തിന്റെ ശുദ്ധി മുന്തിയിരിക്കണം, അത് ഇതിന്റെ ഒരു നിബന്ധനയാണ്. ഇങ്ങനെ 6 നിബന്ധനകൾ മയ്യത്ത് നിസ്കാരം സഹീഹാകാൻ ഉണ്ട്. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നോക്കുമ്പോ ഈ നിബന്ധന ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുക. എല്ലാവരും കൂടി മയ്യത്തിന് കൂടാണ്ട് കയറിന് പള്ളിയിലേക്ക്, മയ്യത്ത് ഇങ്ങനെയാണ് ആ ഒഴുക്കിന് എല്ലാവരും കൊണ്ട് കയറിയതാ, ഉടനെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുക. ഞാൻ ഒന്നെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ അപ്പം നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഒത്തു നോക്കാം. ഇനി മയ്യത്ത് നിസ്കാരത്തിന് 7 റുക്നുകൾ ഉണ്ട്. ആ 7 റുക്നുകൾ കൂടി ഉൾപ്പെടുത്തി ഞാൻ നിസ്കരിച്ചിട്ട് കാണിക്കാം. എന്നാ പിന്നെ എളുപ്പമാവും, അതാ നല്ലത്.
മയ്യത്ത് മുമ്പിൽ വെച്ച് നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. ഈ മയ്യത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഖിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി എന്നൊക്കെ സാധാരണ നിയ്യത്തിലുള്ളതൊക്കെ അത് സുന്നത്താണ്. ഈ മയ്യത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് ചെയ്യുമ്പോ ഈ മരിച്ചു കിടക്കുന്ന മുഹമ്മദിന്റെ മേൽ എന്നൊക്കെ നമ്മൾ നിയ്യത്ത് ചെയ്തു. സത്യത്തിൽ അത് അഹമ്മദായിരുന്നെങ്കിൽ നിസ്കാരം ശരിയാകാതായി പോകും. അപ്പൊ അതുകൊണ്ട് പേര് പറയാതിരിക്കല നല്ലത്. അതുപോലെ വെള്ളിയാഴ്ചനന്ന് ചിലപ്പോ മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കും. ആ ഇമാമ് നിസ്കരിക്കുന്ന ആ മയ്യത്തിന്റെ മേൽ ഞാനും നിസ്കരിക്കുന്ന നിയ്യത്ത് ചെയ്യില്ല നല്ലത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരാളെ പേരിൽ കൈയിട്ടുമ്പോ ആ ആളെ പേരങ്ങ് മാറിപ്പോയാൽ നിസ്കാരം ശരിയാകാതായി പോകും. അപ്പൊ ഇങ്ങനെ പറയാം, ഈ മയ്യത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ. അപ്പോ നിയ്യത്തായി തക്ബീറത്തുൽ ഇഹ്റാമായി. ഇനി മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ട്. വജ്ജഹ്തു ഓതൽ സുന്നത്തില്ല. സാധാരണ ഒരു നിസ്കാരാണെങ്കിൽ അല്ലാഹു അക്ബർ, അടുത്ത പരിപാടി എന്താ? വജ്ജഹ്തു ഓതലാണ്. അത് മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല. പ്രബലമായ അഭിപ്രായ പ്രകാരം വജ്ജഹ്തുവും സൂറത്തും സുന്നത്തില്ല. ഒന്നേക്കോളൂ, നമ്മള് ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി നിയ്യത്തോടുകൂടി ഇമാമോടുകൂടി നിസ്കരിക്കുമ്പോൾ മഅൽ ഇമാമി നിയ്യത്ത് ചെയ്യണം. ഇമാമോട് കൂടെ നിയ്യത്ത് ചെയ്യണം. ഇമാമ് ഞാൻ ഇമാമായിട്ട് നിയ്യത്ത് ചെയ്യണം. അതൊക്കെ വേണം. അല്ലാഹു അക്ബർ. ഈ ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ നമുക്ക് ഫാത്തിഹ ഓതാം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, കിതാബിൽ നോക്കിയാൽ ഫാത്തിഹ ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ ആകണം എന്ന് വാശിയൊന്നും കാണൂല. വേറെ ഏതെങ്കിലും ഒരു തക്ബീറിന്റെ ശേഷം ചെല്ലിയാലും മതി നോക്കണ്ടാവും. അപ്പൊ നമ്മൾ ആ പഠിച്ചു വെച്ച ക്രമമൊന്നും തെറ്റിക്കേണ്ട. ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ ഫാത്തിഹ ഓതാം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വലദ്ദാല്ലീൻ. ആമീൻ. ആമീൻ പറയൽ സുന്നത്തുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിലാണെങ്കിലും ആമീൻ പറയൽ സുന്നത്തുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിന്നുകൊണ്ട് അത് നിർവഹിക്കുക എന്നത്. അപ്പോ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ഇരുന്നു കൊണ്ടും മയ്യിത്ത് നിസ്കരിക്കാം, കിടന്നുകൊണ്ടും മയ്യിത്ത് നിസ്കരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ നിൽക്കാൻ കഴിവുണ്ടോ? നിന്നിട്ട് തന്നെയാണ് മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. 4 തക്ബീർ വേണം. അതിലൊരു തക്ബീർ ഇപ്പൊ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു. ഇനി ഫാത്തിഹ, അത് വേറെ ഒരു റുക്കനാണ്, അതും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അപ്പൊ ഫാത്തിഹ ഓതി നോക്കിക്കോളൂ. ആമീൻ. ഫാത്തിഹ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ? അല്ലാഹു അക്ബർ. ഇവിടെ പറയാം, ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അതുപോലെ സലാം വീട്ടുന്നതും ഇമാമും മുബല്ലിഗും ഉറക്കെയാണ് പറയേണ്ടത്. ബാക്കിയുള്ള മഅ്മൂമിങ്ങള് പതുക്കെയും. മറ്റുള്ള എല്ലാ പ്രാർത്ഥനയും എല്ലാവരും പതുക്കെ, ഏത് സമയത്താണെങ്കിലും പതുക്കെ നോക്കിക്കോളണേ. ശരിക്കും ശ്രദ്ധിക്കുക. അതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാല്, ചില മയ്യത്ത് നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇമാമ് ഉറക്കെ പറയണം അല്ലാഹു അക്ബർ. അപ്പൊ മഅ്മൂമിങ്ങളും എല്ലാവരും ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നേക്കാം. അതിന്റെ ആവശ്യമില്ല. മഅ്മൂമിങ്ങൾ എപ്പോഴും പതുക്കെയാണ് പറയേണ്ടത്. ഉറക്കെ പറയേണ്ടത് 2 ആള് മാത്രം, ഒന്ന് ഇമാമും ഒന്ന് മുബല്ലിഗും. ആരാണ് ഈ മുബല്ലിഗ് എന്ന് പറഞ്ഞാൽ? മോനെ ഹുസൈനെ, ആരാ? മുബല്ലിഗ് എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തിരിയില്ല. അതായത് നമ്മളിവിടെ ഒന്നും അത് കണ്ടിട്ടില്ല. നമ്മള് ആയിരക്കണക്കിന് ആളുകൾ കൂടി ഇമാമിന്റെ ശബ്ദം പിന്നിലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ ഇടക്ക് നിൽക്കും. ഓന്റെ പേരാന്ത്? മുബല്ലിഗ്. അതിപ്പോ ഈ ലൗഡ് സ്പീക്കറൊക്കെ അല്ലേ, കോട്ടമതി. ചിലപ്പോ സ്പീക്കർ നമ്മളെ തോപ്പിക്കും. നിസ്കാരം തുടങ്ങിയപ്പോ തന്നെ കറണ്ട് പോയാലോ. അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ സാർവകാലികമാണ്, സാർവലൗകികമാണ്. അതൊരിക്കലും എന്താവൂല, എവിടെയും പരാജയപ്പെടൂല. അതിനെന്നും 16ആണ്.
അതിന് കരണ്ട് പോണ പരിപാടിയില്ല. അപ്പൊ ഇരിക്കട്ടെ, ആ ഇമാമും മുബല്ലിഗും എന്ത് ചെയ്യണം? ഉറക്കെ പറയണം. എന്തൊക്കെയാണ് മയ്യിത്ത് നിസ്കാരത്തിൽ ആകെ ഉറക്കെ പറയാനുള്ളത്? തക്ബീറും സലാമും. ബാക്കിയൊക്കെ എല്ലാവരും പതുക്കെയാണ് പറയേണ്ടത്. നോക്കോളൂ. അപ്പൊ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം.